നഴ്സറിയിലാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പലതരത്തിലുള്ള പല പ്രായത്തിലുള്ള തെങ്ങിൻ തൈകൾ കാണുന്നു. ഇതിൽ ഏറ്റവും ഉത്തമമായ ഒരു തെങ്ങിൻ തൈ നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നോക്കേണ്ടത് ഈ ഒരു തെങ്ങിൻ തൈ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിലെല്ലാത്തിലും നിന്ന് വളരെ വ്യത്യസ്തമായാണ് ഇതിൻ്റെ ഇലകൾ ഓലകളെല്ലാം വിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് ആദ്യത്തെ ലക്ഷണം. എത്രയും നേരത്തെ ഓലകൾ വിരിയുന്നു അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ട ഒരു ലക്ഷണം. അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ കടഭാഗത്തിലുള്ള വീതിയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവുന്നത് ഒരു 10 മുതൽ 12 സെൻറ്റിമീറ്റർ വ്യാസം അതിന് ആവശ്യമാണ്. എന്നാൽ മാത്രമേ അതിനുള്ളൊരു ബലം ഉണ്ടാവുള്ളൂ, നല്ലൊരു തെങ്ങ് നമുക്ക് അതിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നേരത്തെ തന്നെ ഓലകൾ വിരിഞ്ഞ് വരേണ്ടതാണ്. അത് നമ്മൾ കണക്ക് എടുത്ത് നോക്കുമ്പോൾ ഒരു 6 മാസം പ്രായമുള്ള ഒരു തെങ്ങിൻ തൈ ആണെങ്കിൽ അതിന് അല്ലെങ്കിൽ ഒരു 9 മാസം പ്രായമുള്ള ഒരു തെങ്ങിൻ തൈ ആണെങ്കിൽ അതിന് ഒരു 4 ഇലകളെങ്കിലും വിരിഞ്ഞ് വന്നിരിക്കണം. ഒരു 10 മുതൽ 12 മാസം വരെ പ്രായമുള്ള ഒരു തെങ്ങിൻ തൈ ആണെങ്കിൽ അതിന് 6 മുതൽ 8 ഓലകൾ വരെ വിരിഞ്ഞിറങ്ങിയിരിക്കണം. 6 മാസത്തിന് ശേഷവും ഒരു തേങ്ങയിൽ നിന്ന് ഒരു പുതിയ സസ്യം വളർന്നില്ല എങ്കിൽ അത് നമ്മൾ പാടെ ഒഴിവാക്കേണ്ടതാണ്. ഹായ് ഓൾ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു തെങ്ങിൻ്റെ മാതൃസസ്യം തിരഞ്ഞെടുക്കുന്ന ഒരു പ്ലോട്ടിൽ നിന്നാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും നല്ല ഒരു തേങ്ങ ഏത് മാതൃസസ്യത്തിൽ നിന്ന് എടുക്കണം എന്നുള്ള ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം നമുക്ക് ഈ മാതൃസസ്യം തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഒരു 20 വർഷമെങ്കിലും പ്രായമായ തെങ്ങാണോ എന്നാണ് നോക്കേണ്ടത്. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് എത്ര ഓലകളാണ്, അതായത് ഇതിന് സൂര്യസംശ്ലേഷണം ചെയ്ത് അതിന് ആഹാരം പാകം ചെയ്യാനുള്ള നല്ല അത്രയും എണ്ണം ഓലകളുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ഏകദേശം 30 ഓലകളെങ്കിലും ഒരു തെങ്ങിന് വേണം. അതുപോലെ തന്നെ ഒരു 12 കൊലകളെങ്കിലും തേങ്ങ കൊലകളെങ്കിലും ഉണ്ടോ നോക്കണം. അതിനുശേഷം നമ്മൾ നോക്കേണ്ട ഒരു തേങ്ങ എടുക്കുകയാണെങ്കിൽ അതിന് ഒരു ഇടത്തരം വലിപ്പവും അതുപോലെ തന്നെ ദീർഘചതുര ഒരു ആകൃതിയും അതിന് ആവശ്യമാണ്. ഒരു തേങ്ങയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ തൊണ്ട് പൊതിച്ചതിന് ശേഷമുള്ളൊരു വെയിറ്റ് തൂക്കം ഏകദേശം 650 ഗ്രാമെങ്കിലും ഉണ്ടോ, അതുപോലെ തന്നെ കൊപ്രയുടെ അളവ് 150 ഗ്രാമെങ്കിലും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ വളരെ അനുകൂലമായ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ തോട്ടം മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. അതിൽ നിന്നാണ് നമ്മൾ ആ മാതൃസസ്യത്തെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു പ്രതികൂല അവസ്ഥയിൽ ചിലപ്പോൾ അത് നല്ല രീതിയിൽ പ്രതികരിക്കണമെന്നില്ല. അപ്പോൾ അത്രയും നല്ലൊരു അനുകൂല അവസ്ഥയിലുള്ള മാതൃസസ്യം നമ്മൾ കഴിയുന്നത് ഒഴിവാക്കുന്നതാണ് ഉത്തമം.